life, every day, late at night, not okay. All I want, and I pray, all I need are some better days. Fuck me, I'm looking in the mirror, so foggy, but I've never seen. ഹലോ പെറ്റ് ലവേഴ്സ്, ടെസ്സ ചാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഡാഷ് പപ്പീസിനെ വീഡിയോയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വീഡിയോ ഫുള്ള് കാണാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം ഇതൊരു അഡൽട്ട് ഡാഷ് ഡോഗ് ആണ് കേട്ടോ. അപ്പം ഡാഷ് എന്ന് പറയുന്നത് മെയിൻലി ഹണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ബ്രീഡാണ് ഡാഷ് എന്ന് പറയുന്നത്. ഇവരുടെ ഒറിജിൻ എന്ന് പറയുന്നത് ജർമ്മൻ ആണ് കേട്ടോ. അതായത് ഇപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ഇഴജന്തുക്കളെയൊക്കെ പിടിക്കാനായിട്ട് ഏറ്റവും നല്ല ഹണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ നാരോ പ്ലേസസിലോ അല്ലെങ്കിൽ ഹോളൊക്കെ ഉണ്ടെങ്കിലോ അതിൻ്റെ ഇടയിൽ പോയിട്ടും ഇവർക്ക് നല്ല സുഖമായിട്ട് തന്നെ ഹണ്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് മെയിൻലി ഇവരെ ഹണ്ടിങ് പർപ്പസിനായിട്ടാണ് നോക്കുന്നത്. ഇപ്പം നിങ്ങളെ വീട്ടിൽ പാമ്പിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഴജന്തുക്കളുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വളർത്താൻ പറ്റുന്ന ബ്രീഡാണ് ഡാഷ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇന്ത്യൻ ചാമ്പ്യൻ ആണ് കേട്ടോ. ഇപ്പം ആളെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റിയാണ്. ആളുടെ പോ സൈസും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, അതുപോലെ തന്നെ ആ ഒരു ഫേസിൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. പിന്നെ ഇത് കാണാനാണെങ്കിൽ ഇപ്പം നമുക്ക് ഡാഷ് എന്ന് പറയുന്നത് വലിയ ബ്രീഡ്സിനെ കണക്കല്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പമാണ്. കുഞ്ഞായതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇവരെ കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ ഇവർ ഭയങ്കര പാവമാണ് കേട്ടോ. ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ട് ഭയങ്കര അറ്റാച്ച് ആണ്. ഇപ്പം പിള്ളേരൊക്കെ വീട്ടിലുണ്ടെങ്കിലും അവരുമായിട്ട് യാതൊരു പ്രശ്നമൊന്നുമില്ല, എല്ലാവരുമായിട്ട് ഇണങ്ങുമെന്ന് പറഞ്ഞെങ്കിലും ഇവർ ഫാമിലി ഡോഗ് അതുപോലെ തന്നെ ഗാർഡിങ് ഡോഗും കൂടെ ആണ് കേട്ടോ. ഇപ്പം വീട്ടിൽ സ്ട്രേഞ്ചേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ ഇവർ നല്ലതുപോലെ പ്രോപ്പറായിട്ട് തന്നെ ഗാർഡ് ചെയ്യും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവരെ യൂസ് ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ഇണങ്ങി ചെയ്യും, അറ്റ് എ ടൈം സ്ട്രേഞ്ചേഴ്സ് വരുമ്പോൾ നല്ല രീതിയിൽ ഗാർഡ് ചെയ്യുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇവരെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇന്ത്യൻ ചാമ്പ്യൻ ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ലൈൻസ് കാര്യങ്ങളൊക്കെ വരുന്ന സൂപ്പർ ആയതുകൊണ്ട് തന്നെ ഇവരുടെ പപ്പീസ് ഒക്കെ ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണ്. അതിലെന്തായാലും ഗ്യാരണ്ടിയാണ്. ജനറ്റിക്കൽ പരമായിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊന്നും എന്തായാലും വരത്തില്ല. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പപ്പീസ്. ഇപ്പൊ പപ്പീസിന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസ് ആണ് കേട്ടോ. പിന്നെ പപ്പീസ് വരുന്ന സർട്ടിഫൈഡ് ആണ്, അതുപോലെ തന്നെ മൈക്രോ ചിപ്പ് അവൈലബിൾ ആണ്. പിന്നെ ഇവരുടെ പേരൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫാദർ എന്ന് പറയുന്നത് ഇന്ത്യൻ ചാമ്പ്യൻ ആണ്, ഡോഗ് ഷോയിൽ ബെസ്റ്റ് ഇൻ ലൈൻ ആയിരുന്നു. പിന്നെ ഇവരുടെ മദറിന്റെ സൈഡ് നോക്കുവാണെങ്കിൽ മദറിന്റെ പേരൻസ് രണ്ടും ചാമ്പ്യൻ സൈഡാണ് വരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ജെനറ്റിക്സ് ഒക്കെ ഭയങ്കര പ്യുവർ ആണ്. അപ്പൊ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ജനറ്റിക്കലി ഇവർ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് യാതൊരു തരത്തിലുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരത്തില്ല. ഇമ്മ്യൂണിറ്റി ഒക്കെ നല്ല കൂടുതലായിരിക്കും കേട്ടോ. ഇപ്പൊ നിങ്ങൾ ചില പപ്പീസിനെയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ആ ഒരു പപ്പീസിന് റേറ്റ് കുറവായിരിക്കും, പക്ഷെ അവർക്ക് ഒരിക്കലും ഇവരുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരത്തില്ല. ഇൻ കേസ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡോഗ് ഷോയിലൊക്കെ വളർത്തി പപ്പീസിനെയൊക്കെ ഇറക്കണം, അല്ലെങ്കിൽ ഡോഗ് ഷോയിലൊക്കെ ഡോഗിനെ കൊണ്ടുപോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പപ്പീസിനെയൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഡോഗ് ഷോയ്ക്കൊക്കെ വളർത്താൻ പറ്റുന്ന ഷോ ക്വാളിറ്റി ലൈൻസിൽ വരുന്ന പപ്പീസ് ആണ് കേട്ടോ. കാരണം സർട്ടിഫൈഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ടൊക്കെ ഇത് വലുതാകുമ്പോഴത്തേക്ക് ഡോഗ് ഷോയിലൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു പപ്പീസ് എന്ന് പറയുന്ന ഒരെണ്ണം എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് ടാൻ കളറാണ് വരുന്നത്. പിന്നെ എൻ്റെ ഇപ്പുറത്തെ കയ്യിലിരിക്കുന്നതെന്ന് പറയുന്നത് റെഡ് ആൻഡ് റസ്റ്റ് കളറാണ് കേട്ടോ. അപ്പം രണ്ട് ഷെയ്ഡ്സിലുള്ള പപ്പീസും അവൈലബിൾ ആണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ എൻ്റെ കയ്യിലിരിക്കുന്ന പപ്പീസ് എന്ന് പറയുന്നത് 30 days മാത്രമാണ് പ്രായമായിട്ടുള്ളത്. അപ്പൊ 30 ദിവസം ആയിട്ടുണ്ടെങ്കിലും ഇവരെ കണ്ടില്ലേ നല്ല ക്വാളിറ്റിയാണ്. ആ ഒരു 30 ദിവസത്തെ കാട്ടി കൂടുതൽ ക്വാളിറ്റി നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ എന്തായാലും ഉടനെ തന്നെ കണക്ട് ചെയ്യുക. പിന്നെ പപ്പീസിന്റെ പ്രൈസിന്റെ റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാണും. പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ക്വാളിറ്റി ഉള്ള ഡോഗ് ഷോയിലൊക്കെ ഇറക്കാൻ പറ്റുന്ന, അതായത് നിങ്ങൾ ഈ ഒരു പപ്പീനെ വാങ്ങിച്ച് വലുതാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡോഗ് ഷോയിലൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പൊ ഡോഗ് ഷോയിലൊക്കെ ക്വാളിറ്റിയിലായിട്ട് ഇറങ്ങാൻ പറ്റുന്ന ലൈൻസ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ പ്രൈസിന്റെ റേഞ്ച് വരുന്നത് 10,000 മുതൽ 12,000 വരെയാണ് റേഞ്ച് വരുന്നത് കേട്ടോ. അത് ഈ കളറിനനുസരിച്ച് ഡിഫറൻസ് വരും. അപ്പൊ താല്പര്യമുള്ളവർ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യുക. അപ്പൊ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, വീട്ടിലുള്ള എല്ലാവരുമായിട്ടും കൊച്ചുപിള്ളേരുമൊക്കെ ആയിട്ട് നല്ലതുപോലെ ഇണങ്ങും എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പപ്പീസിനെയൊക്കെ നമ്മൾ എപ്പോഴും വാങ്ങിക്കേണ്ട സ്റ്റേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ 30 to 45 ഡേയ്സിനൊക്കെ ഇടയിലാണ് വാങ്ങിക്കേണ്ടത്. എന്നാൽ മാത്രമേ വീട്ടിലുള്ളവരുമായിട്ട് അത്രയും അറ്റാച്ച്മെന്റ് കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. ഈ ഡാഷിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വലിയ ഡോഗ്സിന്റെ എല്ലാ ഫങ്ഷൻസും ഇവർ ചെയ്യും. അതായത് ഇപ്പൊ നിങ്ങൾ ജർമ്മൻ ഷെപ്പേർഡിനെ ഡോബർമാനെ ഒക്കെ വളർത്തുന്ന സമയത്ത് മെയിൻലി എന്താണ് ഗാർഡിങ് കാര്യങ്ങളല്ല, അതേപോലെ തന്നെയാണ് ഈ ഒരു ഡാഷ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ ഒരു ഇഴജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ സുഖമായിട്ട് ഹണ്ട് ചെയ്ത് ഇവർ പിടിക്കും. പിന്നെ ഇപ്പോഴത്തെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ജർമ്മൻ ഷെപ്പേർഡ് അല്ലെങ്കിൽ ഡോബർമാൻ, റോഡ് വീലർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ലാർജ് ആയിട്ടുള്ള ഒരു സ്പേസ് വേണം അവരെ വളർത്തണമെന്നുണ്ടെങ്കിൽ. അതായത് വീട്ടിൽ അവർക്ക് ഓടി നടക്കാനൊക്കെ നല്ലതുപോലെ സ്പേസ് കാര്യങ്ങൾ വേണം, പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ് കാര്യങ്ങളൊക്കെ വേണം. ഇവരെന്ന് പറയുന്നത് സൈസിൽ ചെറുതായതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് സ്പേസ് മതി. അപ്പം നിങ്ങൾ ഒരുപാട് വസ്തുവോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇവർക്ക് കുറച്ച് സ്പേസിൽ തന്നെ അത്യാവശ്യം എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ഇവർ ഓക്കെ ആവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഡാഷിനെ വാങ്ങിക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങളിപ്പം ഏതെങ്കിലും അപ്പാർട്ട്മെന്റ്സിലോ ഫ്ലാറ്റ്സിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കൊണ്ടുപോകാനായിട്ട് പറ്റും ചെറുതായതുകൊണ്ട്.
അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും പപ്പീസിന് എന്താണ് ഫുഡ് കൊടുക്കേണ്ടതെന്നുള്ളത്. ആദ്യത്തെ കുറേ നാൾ നമ്മൾ മദർ മിൽക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ, വേറെ ഫീഡോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ പറയുന്നത് പോലെ ഡോഗ് ഫുഡ് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന റോയൽ കാനിൻ്റെ സ്റ്റാർട്ടർ ആണ് കേട്ടോ. ഇപ്പം അതിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് മദർ ആൻഡ് ബേബി ഡോഗ് എന്നുള്ളത്. അതായത് 1 to 2 months ഉള്ള ഡോഗ്സിനൊക്കെ നമുക്കിത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വെള്ളത്തിൽ സോക്ക് ചെയ്യുക, ഒരു അരമണിക്കൂർ 30 മിനിറ്റോളം സോക്ക് ചെയ്യുക. സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം പപ്പീന് കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് കൊടുക്കാതെ സോക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഡൈജഷൻ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരത്തില്ല. അവരുടെ ഡൈജഷൻ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിരിക്കും. അതേസമയം നിങ്ങൾ ഈ ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് സോക്ക് ചെയ്യാതെയാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ഡൈജഷൻ ഇഷ്യൂ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പപ്പി സ്റ്റേജ് ആയി ഇരിക്കുന്ന സമയത്ത് എപ്പോഴും ഫുഡ് കൊടുക്കുമ്പോൾ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്തിട്ട് മാത്രം കൊടുക്കുക. പിന്നെ കുറച്ചും കൂടെയൊക്കെ വലുതായി കഴിയുമ്പോഴത്തേക്ക് ഒരു 3-4 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് കൊടുക്കുന്നതിന് ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ ആദ്യമൊക്കെ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് മസ്റ്റായിട്ട് സോക്ക് ചെയ്ത് തന്നെ കൊടുക്കുക. പിന്നെ ഡാഷിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. മെയിൻ്റെനൻസ് ഭയങ്കര കുറവാണ്. അതായത് നിങ്ങളിപ്പം ഡെയിലി ഒരു വട്ടമൊക്കെ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുത്താൽ മതി. ഇവർക്ക് വലിയ ഹെയറോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഡോഗ്സ് കാര്യങ്ങളൊക്കെ പപ്പീസോ ഡോഗ്സോ എന്തെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു കമൻറ്റ് ബോക്സിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വാട്സപ്പിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചാൽ മതി. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കെനലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റോ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി പ്രൊമോട്ട് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ